أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബ മുതൽ ഹദരത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച അനുസ്മരണമാണ് നടന്നു വരുന്നത്. ഇന്നും ഇത് സംബന്ധിച്ച് തന്നെയാണ് വിവരിക്കുന്നത്. ഹദരത്ത് അലിയുമായി ഉണ്ടാക്കിയ സഹോദര ബന്ധത്തെപ്പറ്റി നിവേദനങ്ങളുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അലിയെ 2 തവണ തൻ്റെ സഹോദരനാക്കി. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ മുഹാജിരീങ്ങൾക്കിടയിൽ സഹോദര ബന്ധമുണ്ടാക്കി. പിന്നീട് ഒരിക്കൽ മദീനയിൽ ഹിജ്റത്തിന് ശേഷം മുഹാജിരീങ്ങൾക്കും അൻസാറുകൾക്കുമിടയിൽ സഹോദര ബന്ധമുണ്ടാക്കി. 2 പ്രാവശ്യവും ഹസ്രത്ത് അലിയോട് പറഞ്ഞു, അൻതാഹി ഫിദ്ദുനിയ വൽ ആഖിറ, താങ്കൾ ഇഹലോകത്തും പരലോകത്തും എൻ്റെ സഹോദരനാകുന്നു. ഒരു നിവേദനമനുസരിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലി ബിൻ അബൂ താലിബും ഹസ്രത്ത് സഹൽ ബിൻ ഹനീഫും തമ്മിലാണ് സഹോദര ബന്ധമുണ്ടാക്കിയത്. ഈ സാഹോദര്യ ബന്ധങ്ങളെല്ലാം എപ്പോഴൊക്കെയാണ് ഉണ്ടാക്കിയത് എന്നതിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. 2 തവണയാണ് സഹോദര ബന്ധം ഉണ്ടാക്കിയത്. ബുഖാരിയുടെ വ്യാഖ്യാതാവായ അല്ലാമ ഖസ്തലാനി വിവരിക്കുന്നു, സഹോദര ബന്ധം ഉണ്ടാക്കിയത് 2 തവണയാണ്. ആദ്യം ഹിജ്റത്തിനു മുമ്പ് മക്കയിൽ മുഹാജിരീങ്ങൾക്കിടയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കറും ഹദ്റത്ത് ഉമറും തമ്മിലും ഹദ്റത്ത് ഉസ്മാനും ഹദ്റത്ത് അബ്ദുറഹ്മാനും ഔഫും തമ്മിലും ഹസ്രത്ത് സുബൈറും ഹസ്രത്ത് അബ്ദുല്ലാഹിബിൻ മസൂദും തമ്മിലും ഹസ്രത്ത് അലിയും താനും തമ്മിലും സഹോദര ബന്ധമുണ്ടാക്കി. പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ മുഹാജിരീങ്ങളും അൻസാറുകളും തമ്മിൽ ഹസ്രത്ത് അനസ് ബിൻ മാലിക്കിന്റെ ഭവനത്തിൽ സഹോദര ബന്ധമുണ്ടാക്കി. ഇബ്നു സഅദ് പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 സഹാബാക്കൾക്കിടയിൽ സഹോദര ബന്ധമുണ്ടാക്കി. അതായത് 50 മുഹാജിരീങ്ങളും 50 അൻസാറുകളും തമ്മിൽ സഹോദര്യമുണ്ടാക്കി. ഹദരത്ത് അലി ബദർ യുദ്ധം സഹിതം എല്ലാ യുദ്ധങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിരുന്നു. തബൂക്ക് യുദ്ധത്തിൽ ഇല്ലായിരുന്നു. തബൂക്ക് യുദ്ധവേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുടുംബക്കാരുടെ മേൽനോട്ടത്തിനായി നിശ്ചയിക്കുകയാണ് ഉണ്ടായത്. ഹസ്രത്ത് സാലബ് ബിൻ അബൂ മാലിക് നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് സാദ് ബിൻ ഉബാദ എല്ലാ സന്ദർഭത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതാക വാഹകനായിരുന്നു. എന്നാൽ യുദ്ധസമയത്ത് ഹസ്രത്ത് അലി ബിൻ അബൂ താലിബ് പതാക ഏറ്റെടുക്കുമായിരുന്നു. ഉഷൈറ യുദ്ധം ഹിജ്റ 2-ാം വർഷം ജമാദുൽ ഊലയിൽ ആണ് ഉണ്ടായത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ യുദ്ധത്തിന്റെ പേര് ഉഷൈറ, സുൽ ഉഷൈറ, സാത്തുൽ ഉഷൈറ, ഉസൈറ എന്നിങ്ങനെ വന്നിട്ടുണ്ട്. ഉഷൈറ ഒരു കോട്ടയുടെ പേരാകുന്നു. അത് ഹിജാസിൽ യംബാനും സുൽമറയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സംബന്ധിച്ച് വിശദാംശങ്ങൾ വിവരിച്ചുകൊണ്ട് ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഹിജ്റ 2-ാം വർഷം ജമാദുൽ ഊല മാസത്തിൽ മക്കയിലെ ഖുറൈശികളിൽ നിന്നുള്ള ഒരു വാർത്ത കേട്ടതിനെ തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിരീങ്ങളുടെ ഒരു സംഘത്തിനോടൊപ്പം മദീനയിൽ നിന്ന് പുറപ്പെട്ടു. തന്റെ അഭാവത്തിൽ തന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ അബു സൽമ ബിൻ അബ്ദുൽ അസദിനെ അമീറായി നിശ്ചയിച്ചു. ഈ സൈനിക നീക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ ചുറ്റിക്കറങ്ങി അവസാനം
സമുദ്രതീരത്തിനടുത്ത് എംബ എന്ന സ്ഥലത്തിന് സമീപമുള്ള ഉഷൈറ എന്ന സ്ഥലത്തെത്തി. ഇവിടെ ഖുറൈശികളുമായി ഏറ്റുമുട്ടേണ്ടി വന്നില്ല. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു മിദ്ലജ് ഗോത്രവുമായി ഒരു ഉടമ്പടി ചെയ്ത ശേഷം തിരിച്ചു വന്നു. ഹസ്രത്ത് അലി ഈ സൈനിക നീക്കത്തിൽ ഭാഗവാക്കായിരുന്നു. ഇതേപ്പറ്റി മുസ്നദ് അഹമ്മദ് ബിൻ ഹംബലിലുള്ള നിവേദനം ഇപ്രകാരമാകുന്നു. ഹസ്രത്ത് അമ്മാർ ബിൻ യാസിർ നിവേദനം ചെയ്യുന്നു, സാത്തുൽ ഉഷൈറ യുദ്ധനീക്കത്തിൽ ഹസ്രത്ത് അലിയും ഞാനും സഹയാത്രികരായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ഥലത്ത് എത്തി അവിടെ തന്നെ തങ്ങുകയുണ്ടായി. അപ്പോൾ ബനു മുദ്ജലിലെ ആളുകൾ ഈന്തപ്പന തോട്ടങ്ങളിലെ ഒരു അരുവിയിൽ ജോലി ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. ഹസ്രത്ത് അലി എന്നോട് പറഞ്ഞു, അബു യഖ്ലാൻ, അവരുടെ അടുക്കൽ പോയി അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കി വന്നാലോ എന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുക്കൽ എത്തി. അവർ ചെയ്യുന്നത് കുറച്ചു നേരം കണ്ടു. പിന്നെ ഞങ്ങൾക്ക് ഉറക്കം വന്നു തുടങ്ങിയപ്പോൾ ഞാനും ഹസ്രത്ത് അലിയും അവിടെ നിന്ന് പോയി ഈന്തപ്പനകൾക്കിടയിൽ നിലത്ത് തന്നെ കിടന്നുറങ്ങി. അള്ളാഹുവാണെ, ഞങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റാരും തന്നെ ഉണർത്തിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കാലുകൊണ്ട് തട്ടി ഉണർത്തി. ഞങ്ങളുടെ ദേഹത്ത് മണ്ണ് ആയിട്ടുണ്ടായിരുന്നു. ആ ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലിയുടെ ദേഹത്ത് മണ്ണ് കണ്ടപ്പോൾ പറഞ്ഞു, അബൂ തുറാബ്. തുടർന്ന് പറഞ്ഞു, നിർഭാഗ്യവാന്മാരായ 2 ആളുകളെ പറ്റി ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരട്ടെയോ? അബൂ തുറാബ് എന്നതിനെ പറ്റി കഴിഞ്ഞ തവണയും ഞാൻ ഖുത്ബയിൽ പരാമർശിച്ചിരുന്നു. അതായത് അദ്ദേഹം മസ്ജിദിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ശരീരത്തിൽ മണ്ണ് പറ്റി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തുറാബ് എന്ന് വിളിച്ചു. ആ സമയം മുതൽ അദ്ദേഹത്തിന് ഈ വിളിപ്പേരും ഉണ്ടായി. അല്ലെങ്കിൽ ഈ പറഞ്ഞ സമയം മുതൽ ആ പേര് വന്നതായിരിക്കാം. അതായത് പിന്നീട് അതല്ലെങ്കിൽ 2 സന്ദർഭത്തിലും അങ്ങനെ പറഞ്ഞതായിരിക്കാം. ഏതായിരുന്നാലും ഇതാണ് ആദ്യമുണ്ടായ സംഭവം എന്ന് തോന്നുന്നു. ചുരുക്കത്തിൽ പറയുന്നു, ഞാൻ നിർഭാഗ്യവാന്മാരായ 2 ആളുകളെ പറ്റി താങ്കൾക്ക് പറഞ്ഞു തരട്ടെയോ? ഞങ്ങൾ പറഞ്ഞു, അതെ യാ റസൂലല്ലാഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യത്തെയാൾ ഹസ്രത്ത് സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകത്തിന്റെ കാൽ വെട്ടിയ സമൂദ് ഗോത്രക്കാരനായ ഔഹീമർ ആകുന്നു. രണ്ടാമത്തെയാൾ അല്ലയോ അലി, നിന്റെ ശിരസിൽ ആക്രമണം നടത്തുന്ന ആളാണ്. എത്രത്തോളം എന്നാൽ ഈ താടി രക്തത്താൽ കുതിരുന്നതാണ്. സഫ്വാൻ 1-ാം ബദർ യുദ്ധം ഹിജ്റ 2-ാം വർഷം ജമാദിയിൽ ആഖിർ മാസത്തിലാണ് ഉണ്ടായത്. ഹദരത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് സംബന്ധിച്ച് വിവരണത്തിൽ എഴുതുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഷൈറ നീക്കത്തിൽ നിന്ന് തിരിച്ച് മദീനയിലെത്തി 10 ദിവസം പോലും ആയിട്ടുണ്ടായിരുന്നില്ല. മക്കയിലെ ഒരു നേതാവ് കർസ് ബിൻ ജാബിർ ഫഹരി ഖുറൈശികളുടെ ഒരു സൈനിക സംഘവുമായി വളരെ ജാഗ്രതയോടെ മദീനയുടെ മൃഗങ്ങളുടെ മേച്ചിൽ സ്ഥലത്ത് അപ്രതീക്ഷിത ആക്രമണം നടത്തി. ഇത് പട്ടണത്തിൽ നിന്ന് കേവലം 3 മൈൽ അകലെയാണ്. മുസ്ലിങ്ങളുടെ ഒട്ടകങ്ങളും മറ്റും കൊള്ളയടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ സയ്യിദ് ബിൻ ഹാരിസയെ തന്റെ അഭാവത്തിൽ അമീറായി നിശ്ചയിക്കുകയും മുഹാജിരിങ്ങളുടെ ഒരു സംഘവുമായി അവളെ പിന്തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു. ബദറിനടുത്തുള്ള സ്ഥലമായ സഫ്വാൻ വരെ അവരെ പിന്തുടർന്നു. പക്ഷെ അവർ രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞു. ഈ യുദ്ധ നീക്കം 1-ാം ബദർ യുദ്ധം എന്നും അറിയപ്പെടുന്നു. ഈ യുദ്ധത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലിക്ക് ഒരു വെള്ള കൊടി നൽകുകയുണ്ടായി. ബദർ യുദ്ധം ഹിജ്റ 2-ാം വർഷം, അതായത് ക്രിസ്തുബ്ദം 623 ആണ് ഉണ്ടായത്, മാർച്ച് മാസത്തിൽ. ഇതിന്റെ വിവരണവും അതിൽ അലിയെ സംബന്ധിച്ച അനുസ്മരണവും കാണാൻ കഴിയുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസ്രത്ത് അലി, ഹസ്രത്ത് സുബൈർ, ഹസ്രത്ത് സഅദ് ബിൻ അബി വഖാസ്, ഹസ്രത്ത് ബസ്ബസ് ബിൻ ആമർ എന്നിവരെ മുശ്രിക്കുകളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ബദർ അരുവിയിലേക്ക് പറഞ്ഞയച്ചു. അവർ ഖുറൈശികൾ തങ്ങളുടെ മൃഗങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുന്നത് കണ്ടു. മുശ്രിക്കുകളുടെ ഈ സംഘത്തെ പിടികൂടി
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിൽ എത്തിച്ചു. ബദർ യുദ്ധത്തിൽ ഇരു സൈന്യങ്ങളും മുഖാമുഖം വന്നപ്പോൾ ഏറ്റവും ആദ്യം റബീയുടെ 2 മക്കൾ ഷൈബയും ഉത്ബയും വലീദ് ബിൻ ഉത്ബയും മുന്നോട്ട് വന്ന് ഏറ്റുമുട്ടാൻ ക്ഷണിച്ചു. അപ്പോൾ ബനു ഹാരിസ് ഗോത്രത്തിലെ 3 അൻസാറുകൾ, അതായത് അഫ്രയുടെ മക്കളായ മആസ്, മഊസ്, ഔഫ് എന്നിവർ യുദ്ധത്തിന് തയ്യാറായി. എന്നാൽ മുസ്ലിങ്ങളും മുശ്രിക്കുകളുമായുള്ള ആദ്യ ഏറ്റുമുട്ടലിൽ അൻസാറുകൾ ഭാഗഭാക്കാകുന്നത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. തന്റെ പിതൃപുത്രന്മാരും തന്റെ ഗോത്രവും മുഖേന ഈ പ്രതാപം വെളിപ്പെടണമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത്. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതനുസരിച്ച് അവർ അണികളിലേക്ക് തിരിച്ചു വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി നല്ല വാക്കുകൾ പറയുകയും ചെയ്തു. തുടർന്ന് മുശ്രിക്കീങ്ങൾ പറഞ്ഞു, മുഹമ്മദ്, ഞങ്ങളെ നേരിടാൻ ഞങ്ങളുടെ ഗോത്രത്തിലുള്ള സമശീർഷരായ ആളുകളെ അയക്കൂ. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനൂ ഹാഷിം, എഴുന്നേൽക്കൂ, നിങ്ങളുടെ അവകാശങ്ങൾക്കായി. അതുമായിട്ടാണ് അള്ളാഹു എന്നെ നബിയായി അയച്ചിട്ടുള്ളത്, പൊരുതുവിൻ. അവരാകട്ടെ തങ്ങളുടെ വ്യാജവുമായി ദൈവിക പ്രകാശത്തെ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. തുടർന്ന് ഹസ്രത്ത് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്, ഹസ്രത്ത് അലി ബിൻ അബു താലിബ്, ഹസ്രത്ത് ഉബൈദ ബിൻ ഹാരിസ് എന്നിവർ എഴുന്നേറ്റു. അങ്ങനെ ശത്രുനിരയിലേക്ക് നീങ്ങിയപ്പോൾ ഉത്തുബ പറഞ്ഞു, എന്തെങ്കിലും പറയൂ, നിങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കട്ടെ. മുഖകവചം അണിഞ്ഞിരുന്നതുകൊണ്ട് മുഖം മറിഞ്ഞിരിക്കുകയായിരുന്നു. ഹസ്രത്ത് ഹംസ പറഞ്ഞു, ഞാൻ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് ആകുന്നു, അള്ളാഹുവിൻ്റെയും അതിൻ്റെ റസൂലിൻ്റെയും സിംഹമാകുന്നു. ഉത്തുബ പറഞ്ഞു, നല്ല എതിരാളി തന്നെ, ഞാൻ മറുഭാഗത്തു നിന്നുള്ള സിംഹമാകുന്നു. നിന്നോടൊപ്പമുള്ളവർ ആരൊക്കെയാണ്? ഹസ്രത്ത് ഹംസ പറഞ്ഞു, അലി ബിൻ അബൂ താലിബും ഉബൈദ് ബിൻ ഹാരിസുമാകുന്നു. ഉത്ബ പറഞ്ഞു, രണ്ടുപേരും നല്ല എതിരാളികൾ തന്നെ. തുടർന്ന് ഉത്ബ തന്റെ മകനോട് പറഞ്ഞു, വലീദ്, എഴുന്നേൽക്കൂ. അങ്ങനെ ഹസ്രത്ത് അലിയെ നേരിടാൻ പുറപ്പെട്ടു. തുടർന്ന് അവർ രണ്ടുപേർക്കുമിടയിൽ വാൾപ്പയറ്റ് നടന്നു. ഹസ്രത്ത് അലി അയാളെ വധിച്ചു. പിന്നെ ഉത്ബ എഴുന്നേറ്റു. അയാളെ നേരിടാൻ ഹസ്രത്ത് ഹംസ പുറപ്പെട്ടു. അങ്ങനെ അവർക്കിടയിൽ വാൾപ്പയറ്റ് തുടങ്ങി. ഹസ്രത്ത് ഹംസ അയാളെ വധിച്ചു. തുടർന്ന് ഷൈബ എഴുന്നേറ്റു. അയാളെ നേരിടാൻ ഹസ്രത്ത് ഉബൈദ ബിൻ ഹാരിസ് ആണ് പുറപ്പെട്ടത്. ഹസ്രത്ത് ഉബൈദ അന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ ഏറ്റവും പ്രായാധിക്യമുള്ള ആളായിരുന്നു. ഷൈബ ഹസ്രത്ത് ഉബൈദയുടെ കാലുകളിൽ വാൾ കൊണ്ട് വെട്ടി. അത് കണങ്കാലിലെ ഇറച്ചിയിലാണ് കൊണ്ടത്. അത് പിളർന്നുപോയി. തുടർന്ന് ഹസ്രത്ത് ഹംസയും ഹസ്രത്ത് അലിയും ഷൈബയെ ആക്രമിച്ച് വധിക്കുകയുണ്ടായി. ഈ നിവേദനം വലുതാണ്. 2 വർഷം മുമ്പും വിവരിച്ചതാണ്. ഇവിടെ വീണ്ടും കുറച്ചു ഭാഗം വിവരിക്കുകയാണ്. മറ്റൊരു നിവേദനത്തിൽ ഇതേക്കുറിച്ചുള്ള പരാമർശം ഇപ്രകാരം വന്നിരിക്കുന്നു. ഹസ്രത്ത് അലി നിവേദനം ചെയ്യുന്നു, ഉത്ബ ബിൻ റബിയയും തുടർന്ന് അയാളുടെ മകനും സഹോദരനും വന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ നേരിടാൻ ആരുണ്ട്? അപ്പോൾ നിരവധി അൻസാർ യുവാക്കൾ അതിന് മറുപടി നൽകി. ഉത്ബ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ അൻസാറുകളാകുന്നു. ഉത്ബ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുമായി ഒരു ഇടപാടുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ പിതൃപുത്രന്മാരുമായി യുദ്ധം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹംസ, എഴുന്നേൽക്കൂ. അലി, പുറപ്പെടൂ. ഉബൈദ് ബിൻ ഹാരിസ്, മുന്നോട്ട് ഗമിക്കൂ. ഹംസ ഉത്ബയ്ക്ക് നേരെ ഗമിച്ചു. ഹസ്രത്ത് അലി പറയുന്നു, ഞാൻ ഷൈബയ്ക്ക് നേരെയും കുതിച്ചു. ഉബൈദയ്ക്കും വലീദിനുമിടയിൽ ചെറിയ പോരാട്ടമുണ്ടായി. രണ്ടുപേരും പരസ്പരം പരിക്കേൽപ്പിച്ചു. തുടർന്ന് ഞങ്ങൾ വലീദിലേക്ക് തിരിയുകയും അയാളെ വധിക്കുകയും ഉത്ബയെ യുദ്ധത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തെ സംബന്ധിച്ച് പറയുന്നു, അതിൽ ശത്രുക്കളുടെ എണ്ണം മുസ്ലിങ്ങളെക്കാൾ എത്രയോ അധികമുണ്ടായിരുന്നു. രാത്രി മുഴുവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവസവിധത്തിൽ ദുആയിലും അർത്ഥനയിലും ബദ്ധശ്രദ്ധനായിരുന്നു. നിഷേധികളുടെ സൈന്യം ഞങ്ങളുടെ സമീപമെത്തി. ഞങ്ങൾ മുഖാമുഖം അണിനിരന്നു. അപ്പോൾ ഒരു ചുവന്ന ഒട്ടകത്തിൽ യാത്ര ചെയ്യുന്ന ഒരാളെ കാണാനിടയായി. ഞങ്ങൾക്കിടയിൽ അയാൾ സഞ്ചരിക്കുകയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി, ഈ നിഷേധികൾക്ക് അടുത്ത് നിൽക്കുന്ന ഹംസയോട് ചുവന്ന ഒട്ടകപ്പുറത്ത് ആരാണെന്നും
അയാൾ എന്താണ് പറയുന്നതെന്ന് ചോദിക്കൂ. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ആരെങ്കിലും നല്ല കാര്യത്തെ സംബന്ധിച്ച് ഉപദേശിക്കുമെങ്കിൽ അതാ ചുവന്ന ഒട്ടക്കാരൻ മാത്രമാണെന്ന് പറഞ്ഞു. ഇത്രയുമായപ്പോൾ ഹദരത്ത് ഹംസ എത്തി. അദ്ദേഹം പറഞ്ഞു, അത് ഉത്ബ ബിൻ റബീഅ ആകുന്നു. അയാൾ നിഷേധികളെ യുദ്ധത്തിൽ നിന്ന് തടയുകയാകുന്നു. അതിന് മറുപടിയായി അബൂജഹൽ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഭീരുവാണ്, യുദ്ധ മൈതാനത്ത് ഭയക്കുന്നു. അയാൾ ഉത്ബ ആവേശഭരിതനായി പറഞ്ഞു, ഇന്ന് ആരാണ് ഭീരു എന്ന് കാണാം. ഏതായിരുന്നാലും പിന്നെ അയാൾ യുദ്ധത്തിൽ ഭാഗവാക്കായി. ഹദ്രത്ത് അലിയിൽ നിന്നുള്ള നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധ അവസരത്തിൽ എന്നെയും ഹദ്രത്ത് അബൂബക്കറിനെയും സഹോദരന്മാരാക്കി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരിൽ ഒരാളുടെ വലതുഭാഗത്ത് ജിബ്രീലും മറ്റൊരാളുടെ ഭാഗത്ത് മിക്കായിലുമുണ്ട്. ഹദ്രത്ത് അസ്രാഫീൽ മഹാനായ മലക്കാകുന്നു, പക്ഷേ അതും യുദ്ധസമയത്ത് സന്നിഹിതരാകുന്ന യുദ്ധനിരയിൽ ഉണ്ട്. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ബദർ യുദ്ധം സംബന്ധിച്ച് എഴുതുന്നു, ഹദ്രത്ത് അലി പറയുന്നു, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്ത വരുമ്പോൾ ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പിലേക്ക് ഓടി പോകുമായിരുന്നു. പക്ഷെ ഞാൻ പോകുമ്പോഴെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് വിലപിക്കുന്നതാണ് കാണുകയുണ്ടായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഈ ഇപ്രകാരം കേട്ടു, യാ ഹയ്യു യാ ഖയ്യൂമു, യാ ഹയ്യൂ യാ ഖയ്യൂമു, അല്ലയോ എൻ്റെ ജീവൽ ദൈവമേ, അല്ലയോ എൻ്റെ ജീവസന്ധായകനായ നാഥ. ഹദ്രത്ത് അബൂബക്കർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസ്ഥ കണ്ടിട്ട് വളരെ അസ്വസ്ഥനായിരുന്നു. ചിലപ്പോൾ അനിയന്ത്രിതമായി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് ദണ്ഡമായിരിക്കട്ടെ, അങ്ങ് പരിപാലിക്കേണ്ടതില്ല. അള്ളാഹു തീർച്ചയായും തന്റെ വാഗ്ദാനം പൂർത്തിയാക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെയായിട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആകളിൽ വ്യാപൃതനായിരുന്നു. ചിലപ്പോൾ ദൈവിക വാഗ്ദാനത്തിൽ നിബന്ധനകൾ ഉണ്ടായിരിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിരുന്നു. ഹിജ്റ 2 ഹദ്രത്ത് ഫാത്തിമയുടെ വിവാഹം നടന്നത്. ഹദ്രത്ത് അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിൽ ഫാത്തിമയെ സംബന്ധിച്ച് വിവാഹത്തിന് അപേക്ഷിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഹദ്രത്ത് അനസ് നിവേദനം ചെയ്യുന്നു, ഹദ്രത്ത് അബൂബക്കറും ഹദ്രത്ത് ഉമറും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിൽ ഹദ്രത്ത് ഫാത്തിമയുടെ വിവാഹത്തിന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായിരുന്നു. അവർക്ക് മറുപടിയൊന്നും കൊടുത്തില്ല. ഹദ്രത്ത് അലി വീണ്ടും നിവേദനം ചെയ്യുന്നു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി. ഞാൻ ഫാത്തിമയെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അപേക്ഷിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളുടെ പക്കൽ മഹർ നൽകാൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ കുതിരയും എൻ്റെ പടച്ചട്ടയും ഉണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുതിരയെ നിങ്ങൾക്ക് ആവശ്യം വരുന്നതാണ്, പക്ഷേ പടച്ചട്ട വിൽക്കുക. അവിടെ ഞാൻ എൻ്റെ പടച്ചട്ട 480 ദിർഹമിന് വിറ്റു. മഹറിനുള്ള ഏർപ്പാട് ചെയ്തു. പൊതുവിൽ മഹർ വെക്കണമെന്നത് പറയുമ്പോൾ ആളുകൾ എന്തെങ്കിലും ആകട്ടെ പിന്നെ കൊടുക്കാമെന്ന് പറയുന്നു. ഒരു നിവേദനത്തിൽ വരുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യ മഹറിനുള്ള ഏർപ്പാട് ചെയ്യുക, അതായത് ഇത് ഉടൻ തന്നെ കൊടുക്കേണ്ട അവകാശമാകുന്നു. ചില ആളുകൾ സ്ത്രീകൾ ആദ്യം തന്നെ മഹർ ചോദിക്കുന്നു എന്നും തങ്ങൾ സുഖത്തിനും സന്തോഷത്തിനുമായി കഴിയുന്നതെന്നും എനിക്ക് എഴുതുന്നു. അവർ ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് അവരുടെ അവകാശമാണ്, അപ്പോൾ തന്നെ അത് നൽകണം. അതേപറ്റി പിന്നീട് വഴക്കും വക്കാനും തുടങ്ങുന്നു. അത് പിന്നെ ഖുല തലാഖിലേക്ക് നീങ്ങുന്നു. വാസ്തവത്തിൽ മഹറിന് തലാഖ് ഖുല എന്നിവയുമായി യാതൊരു ബന്ധവുമില്ല. ഏതായിരുന്നാലും ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദ്രത്ത് അലി പടച്ചട്ട അണിഞ്ഞ് ഹദ്രത്ത് ഉസ്മാനാണ് വിറ്റത്. ഹദ്രത്ത് ഉസ്മാൻ പടച്ചട്ടയുടെ തുകയും കൊടുത്ത് പടച്ചട്ടയും തിരികെ കൊടുത്തു. ഹദ്രത്ത് അലി പറയുന്നു, ഞാൻ ആ തുകയുമായി എത്തി. ഹദ്രത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മടിയിൽ വെച്ചു കൊടുത്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഒരു പിടിയെടുത്തു. ബിലാലിനോട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് കുറച്ച് സാധനം സുഗന്ധദ്രവ്യം വാങ്ങി വരും. കുറച്ച് ആളുകളോട് ഹദ്രത്ത് ഫാത്തിമയുടേക്ക് കൊടുക്കാനുള്ള ഉപഹാരം തയ്യാറാക്കാൻ പറഞ്ഞു. അങ്ങനെ ഹദ്രത്ത് ഫാത്തിമയ്ക്ക് വേണ്ടി ഒരു കട്ടിലും ഈന്തപ്പന ചകിരി നിറച്ച ഒരു തലയിണയും തയ്യാറാക്കപ്പെട്ടു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദ്രത്ത് അലി അള്ളാഹുമായിട്ടുള്ള ബന്ധമുണ്ടാക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ റബ്ബ് എന്നോട് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു. വീട് കൂടുതലിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അലിയോട് പറഞ്ഞു, ഫാത്തിമ നിന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എത്തുന്നതുവരെ ഒന്നും സംസാരിക്കരുത്. അങ്ങനെ ഹദ്രത്ത് ഫാത്തിമ ഹദ്രത്ത് ഉമ്മു ഐമൻ
ഐമനോടൊപ്പം എത്തി. വീട്ടിൽ ഒരു ഭാഗത്തിരുന്നു, ഞാനും ഒരു ഭാഗത്തിരുന്നു. തുറന്ന് തിരുവസ്ലം എത്തി പറഞ്ഞു, എൻ്റെ സഹോദരന് ഇവിടെയുണ്ട്. ഉമ്മു ഐമൻ പറഞ്ഞു, അങ്ങനെ സഹോദരനായിട്ടാണോ അങ്ങ് മകളുടെ വിവാഹം നടത്തിയത്? തിരുവസ്ലം പറഞ്ഞു, അതെ. തിരുവസ്ലം അകത്തേക്ക് കടന്നു. അതിർത്ത് ഫാത്തിമയുടെ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഇത്തരം സന്ദർഭത്തിൽ വിവാഹബന്ധം അനുവദനീയമാണ്. ഇത്തരം ബന്ധത്തിൽ വിവാഹം അനുവദനീയമാണ്. അദ്ദേഹം നേരെ സ്വന്തം സഹോദരനല്ല. അതിർത്ത് ഫാത്തിമ എഴുന്നേറ്റ് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങി അതിൽ നിന്ന് അല്പം കവിള് കൊണ്ട ശേഷം ഹദരത്ത് ഫാത്തിമയോട് പറഞ്ഞു, മുന്നോട്ട് വരൂ. അവർ മുന്നോട്ട് വന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ദേഹത്തും തലയിലും വെള്ളം കുടഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഈസുഹ ബിക വ സുർരിയതഹ മിനശ് ശൈത്താനിർ റജീം. അല്ലാഹുവേ, ഇവളെയും ഇവളുടെ സന്താനങ്ങളെയും ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്റെ സംരക്ഷണത്തിലാക്കും. തുടർന്ന് പറഞ്ഞു, മറുഭാഗത്തേക്ക് തിരിയൂ. തുടർന്ന് മറുഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുമലുകൾക്കിടയിൽ വെള്ളം കുടഞ്ഞിട്ട് തുടർന്ന് ഹദരത്ത് അലിയോടും അങ്ങനെ തന്നെ ചെയ്തു. ഹദരത്ത് അലി പറഞ്ഞു, നിന്റെ കുടുംബത്തിലേക്ക് അള്ളാഹുവിന്റെ നാമത്തിലും അനുഗ്രഹത്തിലും പോയിക്കൊള്ളുക. അതേപോലെ ഹദരത്ത് അലിയിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രത്തിൽ ഉളു ചെയ്തു. തുടർന്ന് വെള്ളം ഹദരത്ത് അലിയുടെയും ഫാത്തിമയുടെയും മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ഫീഹിമ വ ബാരിക് ലഹുമ ഫീ ഷമലിഹമ. അള്ളാഹു അവർക്ക് രണ്ടുപേർക്കും അനുഗ്രഹം നൽകണമേ, അവർ കൂടിച്ചേരുന്നതിലും അനുഗ്രഹം ചൊരിയണമേ. ഹദരത്ത് ആയിഷയും ഹദരത്ത് ഉമ്മു സലമയും വിവരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഫാത്തിമയെ തയ്യാറാക്കുക. അങ്ങനെ ഞങ്ങൾ അവരെ ഹദരത്ത് അലിയുടെ അടുക്കൽ എത്തിച്ചു. ഞങ്ങൾ വീട്ടിലെത്തി അതിനെ ബദ്ഹയിലെ ചുറ്റുപാടുമുള്ള മൃദുലമായ മണ്ണ് കൊണ്ട് മെഴുകി. പിന്നെ ഈന്തപ്പന കൊണ്ട് ഞങ്ങൾ തലയിണ നിറച്ചു. അത് ഞങ്ങൾ തന്നെയാണ് തുന്നിയത്. തുടർന്ന് ഞങ്ങൾ ഈന്തപ്പഴയും ഉണക്കമുതിരയും കുടിക്കാൻ മധുരപാനീയവും വെച്ചു. വസ്ത്രവും വെള്ളിക്കുപ്പിയും തൂക്കിയിടുന്നതിന് വേണ്ടി ഒരു തടിക്കഷ്ണമെടുത്ത് അത് മുറിയിൽ ഒരു ഭാഗത്ത് ഉറപ്പിച്ചു വെച്ചു. അതിൽ വെള്ളപ്പാത്രം തൂക്കിയിടുകയും ചെയ്തു. ഹദരത്ത് ഫാത്തിമ വസ്ത്രവും വെള്ളക്കുപ്പിയും തൂക്കിയിടുന്നതിന് ഒരു തടിക്കഷ്ണം ഉപയോഗിക്കുകയുണ്ടായി. ഞങ്ങൾ ഹദരത്ത് ഫാത്തിമയുടെ വിവാഹത്തെക്കാളും ഉന്നതമായ വിവാഹം കണ്ടിട്ടില്ല. വലീമ സൽക്കാരം ഈന്തപ്പഴവും ഓട്ട്മാവും പനീറും അടങ്ങിയ ഹീസ് എന്ന പേരുള്ള ഭക്ഷണം കൊണ്ടായിരുന്നു നൽകിയത്. ഈന്തപ്പഴവും നെയ്യും പനീറും മറ്റും ചേർത്ത് തയ്യാറാക്കുന്ന ഭക്ഷണത്തിനാണ് ഹീസ് എന്ന് പറയുന്നത്. ഹദരത്ത് അസ്മാ ബിൻതു ഉമൈസ് പറയുന്നു, അക്കാലത്ത് ഇതിനേക്കാൾ നല്ല വലിയ വേറെ ഉണ്ടായിട്ടില്ല. ഹദരത്ത് ഫാത്തിമയും ഹദരത്ത് അലിയുടെയും വാത്ത് വിവരിച്ചുകൊണ്ട് സീറത്ത് ഖാത്തമിനെയും എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഹദരത്ത് ഫാത്തിമ ഹദരത്ത് ഖദീജയിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മക്കൾ ഹദരത്ത് ഫാത്തിമയെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല തൻ്റെ വ്യക്തിപരമായ ശ്രേഷ്ഠതകളിൽ ഈ സവിശേഷതയ്ക്ക് സ്നേഹത്തിന് അവർ അർഹയും ആയിരുന്നു. അവർ തന്നെയായിരുന്നു. അവർക്ക് ഏകദേശം 15 വയസ്സായപ്പോൾ വിവാഹാഭ്യർത്ഥനകൾ വന്നു തുടങ്ങി. ഏറ്റവും ആദ്യം ഹദരത്ത് അബൂബക്കറാണ് അപേക്ഷ തന്നത്. പക്ഷേ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികഴിവ് പറഞ്ഞു. പിന്നെ ഹദരത്ത് ഉമർ അപേക്ഷിച്ചു. പക്ഷേ അതും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചില്ല. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത് തലിയെയാണെന്ന് മനസ്സിലാക്കിയ ആ രണ്ട് മഹാത്മാക്കളും ഹദരത്ത് അലിയോട് ഹദരത്ത് ഫാത്തിമയെ സംബന്ധിച്ച് വിവാഹാഭ്യർത്ഥന നടത്താൻ ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ ഹദരത്ത് അലി നേരത്തെ തന്നെ അത് ആഗ്രഹിച്ചിരുന്നെങ്കിലും ലജ്ജ കാരണം നിശബ്ദനായിരുന്നു. ഇപ്പോൾ ഉടൻ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി വിവാഹ അഭ്യർത്ഥന നടത്തി. മറുഭാഗത്ത് വഹി മുഖേന ഹദരത്ത് ഫാത്തിമയുടെ വിവാഹം ഹദരത്ത് അലിയുമായി നടത്തണമെന്ന് സൂചനയും ലഭിച്ചിരുന്നു. ഹദരത്ത് അലി വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഇതേക്കുറിച്ച് ദൈവിക സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് ഫാത്തിമയോട് ചോദിച്ചപ്പോൾ അവർ ലജ്ജ കാരണം നിശബ്ദയായിരുന്നു. ഇതും ഒരു തരത്തിലുള്ള സമ്മതം തന്നെയാണ്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഒരു സംഘത്തെ ഒരുമിച്ച് കൂട്ടി ഹദരത്ത് അലിയും ഹദരത്ത് ഫാത്തിമയും തമ്മിലുള്ള നിക്കാഹ് നിർവഹിച്ചു. ഇത് ഹിജ്റ 2-ാം വർഷം ആരംഭത്തിലോ മധ്യത്തിലോ ആണ് ഉണ്ടായത്. അതിനുശേഷം ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ ഹിജ്റി 2-ാം വർഷം ദുൽഹിജ്ജ മാസത്തിലാണ് വീടുകൂടലുണ്ടായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അലിയെ വിളിച്ചു ചോദിച്ചു, താങ്കളുടെ പക്കൽ ഹദരത്ത് മഹർ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? തോട്ടത്തിലുണ്ടായൊരു സംഭവത്തിന് മുമ്പേ ഉണ്ടായതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അശരിയാണ്. ഹദരത്ത്
അലിയെ വിളിച്ചു ചോദിച്ചു, മഹർ കൊടുക്കാൻ താങ്കളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? ഹദരത്ത് അലി പറഞ്ഞു, യാ റസൂലല്ലാ, എൻ്റെ പക്കൽ ഒന്നുമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ബദറിലെ സാമ്രാജ്യത മുതലിൽ നിന്ന് താഴെ തന്ന പടച്ചട്ട എവിടെ പോയി? ഹദരത്ത് അലി പറഞ്ഞു, അതെന്റെ പക്കലുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കൊണ്ടുവരും. അങ്ങനെ ആ പടച്ചട്ട 480 ദിർഹമിന് വിൽപ്പന നടത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് വിവാഹത്തിനുള്ള ചെലവ് കണ്ടെത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് ഫാത്തിമയ്ക്ക് നൽകിയ വിവാഹ ഉപഹാരം ലൈസ് പിടിപ്പിച്ച പുതപ്പും ഒരു ഈന്തപ്പനയുടെ ഉണങ്ങിയ ഇലകളും നിറച്ച ഒരു തുകൽ കിടക്കയും ഒരു തുകൽ പാത്രവുമായിരുന്നു. നിവേദനത്തിൽ ഹദരത്ത് ഫാത്തിമയുടെ വിവാഹ സംബന്ധമായി ഹദരത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആട്ടുകല്ലും കൊടുത്തയച്ചിരുന്നുവെന്ന് വന്നിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോൾ വീടിനെ സംബന്ധിച്ച് ചിന്തയായി. ഹദരത്ത് അലി ഒരുപക്ഷെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ മസ്ജിദിലുള്ള ഏതെങ്കിലും മുറിയിലായിരിക്കാം താമസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിവാഹശേഷം ഭാര്യഭർത്താക്കന്മാർക്ക് താമസിക്കാൻ വേറെ തന്നെ വീട് അനിവാര്യമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അലിയോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേർക്കും താമസിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തുക. ഹദരത്ത് അലി താൽക്കാലികമായി ഒരു വീട് ഏർപ്പാടാക്കി. അതിലേക്കാണ് ഹദരത്ത് ഫാത്തിമയെ കൊണ്ടുവന്നത്. അന്നേ ദിവസമാണ് വിവാഹാനന്തരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിലെത്തി. കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു. അതിൽ ദുആ ചെയ്തുകൊണ്ട് പ്രസ്തുത വെള്ളം ഹദരത്ത് ഫാത്തിമയ്ക്കും ഹദരത്ത് അലിക്കും മേൽ തെളിച്ചുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ഫീമ വബാരിക് അലൈഹിമ വബാരിക് ലഹുമ നസ്ലുഹുമ. അല്ലയോ അള്ളാഹു, ഇവർ രണ്ടുപേരും ഒന്നിച്ച് അനുഗ്രഹം ചെയ്യണമേ. ഇവർ രണ്ടുപേരും മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലും അനുഗ്രഹം നൽകണമേ. ഇവരുടെ സന്താനങ്ങളിലും അനുഗ്രഹം ചൊരിയണമേ. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നവദമ്പതികളെ അവിടെയാക്കി തിരിച്ചുപോയി. അതിനുശേഷം ഒരു ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് ഫാത്തിമയുടെ വീട്ടിൽ പോയപ്പോൾ ഹദരത്ത് ഫാത്തിമ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹാരിസ ബിൻ നൗമാൻ അൻസാരിയുടെ പക്കൽ കുറച്ച് വീടുകളുണ്ട്. അത് അദ്ദേഹത്തോട് ഏതെങ്കിലും വീട് ഒഴിഞ്ഞു തരാൻ പറഞ്ഞാലും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം നമുക്ക് വേണ്ടി നിരവധി ഗ്രന്ഥങ്ങൾ ഒഴിഞ്ഞു തന്നിരിക്കുന്നു. ഇനി അദ്ദേഹത്തോട് പറയാൻ കഴിയാൻ വൈക്ലഭ്യമുണ്ട്. ഹദരത്ത് ഹാരിസയ്ക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെയോ അറിവ് ലഭിച്ചപ്പോൾ അദ്ദേഹം ധൃതിപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തിലെത്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അങ്ങയുടേതാകുന്നു. അള്ളാഹുവാണേ, അങ്ങ് എന്തിൽ നിന്ന് എന്ത് സ്വീകരിക്കുകയും അത് എൻ്റെ പക്കൽ ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് സന്തോഷദായകമാകുന്നു. തുടർന്ന് ആ ആത്മാർത്ഥനായ സഹാബി നിർബന്ധപൂർവ്വം തൻ്റെ വീട് ഒഴിഞ്ഞ് നൽകുകയുണ്ടായി. ഹദരത്ത് അലിയും ഹദരത്ത് ഫാത്തിമയും അതിലേക്ക് മാറുകയും ചെയ്തു. ഹദരത്ത് അലിയും ഹദരത്ത് ഫാത്തിമയും തങ്ങളുടെ അംശം തൻ്റെ അശരണതയും ദാരിദ്ര്യവും ഉണ്ടായിട്ട് പോലും ഉള്ളതിൽ തൃപ്തിപ്പെടുന്നതിന് മാതൃകയാണ് കാഴ്ചവെച്ചത്. ഹദീസിൽ പറയുന്നു, ഹദരത്ത് അലി അള്ളാഹു നിവേദനം ചെയ്യുന്നു, ഹദരത്ത് ഫാത്തിമ ആട്ടുകല്ലരയ്ക്കുമ്പോൾ കൈവേദന വന്നുവെന്ന് പരാതിപ്പെടുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ കുറച്ച് ബന്ദികൾ വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ പോവുകയുണ്ടായി. പക്ഷെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കഴിഞ്ഞില്ല. അവർ ഹദരത്ത് ഫാത്തിമ ഹദരത്ത് ആയിഷയെ കണ്ട് താൻ എന്തിനാണ് വന്നതെന്ന് അറിയിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഹദരത്ത് ആയിഷയോട് ഹദരത്ത് ഫാത്തിമയുടെ അടുക്കലേക്ക് വരാൻ പറയണമെന്നും പറഞ്ഞു. ഹദരത്ത് അലി പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ വന്നു. അപ്പോൾ ഞാൻ കിടക്കയിൽ കിടന്നിരുന്നു. ഞങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ തന്നെ കടന്നുകൊള്ളുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കിടയിലിരുന്നു. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലുകളുടെ തണുപ്പ് എന്നെ നെഞ്ചിൽ തട്ടുന്നുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ടതിനേക്കാളും ഉത്തമമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ കിടക്കുമ്പോൾ 34 തവണ അല്ലാഹു അക്ബർ 33 തവണ സുബ്ഹാനല്ലാഹ് 33 തവണ അൽഹംദുലില്ലാ എന്ന് ചൊല്ലുക. ഇത് നിങ്ങൾക്ക് സേവകനെ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാകുന്നു. ഹദരത്ത് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, ഹദരത്ത് ഫാത്തിമ തിരുവനന്തപുരം സമിതത്തിൽ സേവകന്മാർ വേണമെന്ന അപേക്ഷയുമായി എത്തി. തൻ്റെ ജോലിഭാരത്തെ പറ്റി പറഞ്ഞു. തിരുവനന്തപുരം പറഞ്ഞു, നിനക്ക് എൻ്റെ പക്കൽ നിന്ന് സേവകൻ ലഭിക്കുന്നതല്ല. അതായത് തിരുവനന്തപുരം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല.
വാസ്തവത്തിൽ ആ സമരായ സ്വത്തിൽ ഹദരത്ത് അലിക്കും അവകാശമുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയില്ല. അവിടുന്ന് പറഞ്ഞു, നിനക്ക് സേവകനെ കിട്ടുന്നതിനേക്കാൾ ഉത്തമമായ കാര്യം പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ കിടക്കുമ്പോൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയുക. ഇത് സഹീഹ് മുസ്ലിമുള്ള നിവേദനമാകുന്നു. ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തിൽ ഈ സംഭവത്തെ ഇങ്ങനെ വിവരിക്കുന്നു. ആദ്യം ബുഖാരിയിൽ ഉദ്ധരിച്ചുകൊണ്ട് ഹദീസ് എഴുതിയിട്ടുണ്ട്. അതായത് ഹദരത്ത് ഫാത്തിമ ആട്ടുകൾ അരയ്ക്കുന്നത് കൊണ്ട് പ്രയാസമുണ്ടെന്ന് പറയപ്പെട്ടു. ആയിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകൽ കുറച്ച് അടിമകൾ വന്നിട്ടുണ്ടായിരുന്നു. ഹദരത്ത് ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ വന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ഹദരത്ത് ആയിഷയുടെ ആഗമന ഉദ്ദേശം പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഹദരത്ത് ആയിഷ ഹദരത്ത് ഫാത്തിമയുടെ കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഞങ്ങളുടെ അടുക്കൽ വന്നു. അപ്പോൾ ഞങ്ങൾ കിടക്കയിൽ കിടന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കണ്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ തന്നെ കിടന്നുകൊള്ളുക. തുടർന്ന് ഞങ്ങൾക്കിടയിൽ ഇരുന്നു. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലിന്റെ തണുപ്പ് നെഞ്ചിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ടതിനേക്കാളും ഉത്തമമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അതായത് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുക. ഇത് നിങ്ങൾക്ക് സേവകൻ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാകുന്നു. ഹദരത്ത് മുസ്ലിം എഴുതുന്നു, ഈ സംഭവത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്ത് എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്, എത്രമാത്രം സൂക്ഷ്മത പാലിച്ചിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. ഹദരത്ത് ഫാത്തിമയ്ക്ക് സേവകന്റെ ആവശ്യമുണ്ടായിരുന്നു. ആട്ടുകൾ അയക്കുന്നത് കൊണ്ട് കൈകളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സേവകനെ നൽകിയില്ല. മറിച്ച് ദുആ ചെയ്യാൻ പറയുകയും അള്ളാഹുവിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയുമാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഹദരത്ത് ഫാത്തിമയ്ക്ക് സേവകരെ നൽകുമായിരുന്നു. കാരണം സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കാലത്ത് വിതരണം ചെയ്യാൻ എത്തുന്നുണ്ട്. അതും സഹാബാക്കൾക്ക് വിതരണം ചെയ്യാൻ വന്നതാണ്. ഹദരത്ത് അലിക്കും അതിൽ അവകാശമുണ്ടായിരുന്നു. ഹദരത്ത് ഫാത്തിമയും അതിന് അവകാശിയായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണ സഹനം പാലിക്കുകയും ആ സമ്പത്ത് തന്റെ ബന്ധുമിത്രാദികൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയും ചെയ്തില്ല. കാരണം ഇതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ പിന്നീട് എന്തെങ്കിലും അർത്ഥം രാജാക്കന്മാർ പൊതുമുതൽ തങ്ങൾക്ക് അനുവദനീയമാണെന്ന് കരുതി വിതരണത്തിന് വന്ന അടിമ സ്ത്രീ പുരുഷന്മാരെ ഏറ്റെടുക്കും. ഇതിൽ നിന്ന് ജനങ്ങൾ പിന്നീട് എന്തെങ്കിലും അർത്ഥകൽപ്പം നൽകുകയും രാജാക്കന്മാർ പൊതുമുതൽ തങ്ങൾക്ക് അനുവദനീയമാണെന്ന് ഗണിക്കുകയും ചെയ്തേക്കാം. ആയതിനാൽ തിരുവനന്തപുരം സൂക്ഷ്മ വലിച്ചുകൊണ്ട് ഹദരത്ത് ഫാത്തിമയ്ക്കും ഒന്നും നൽകിയില്ല. ഇവിടെ ഒരു കാര്യം കൂടി സ്പർദ്ധവ്യമാണ്. അതായത് ഈ സ്വത്തിൽ അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനും വിഹിതം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിച്ചിരുന്നു, തന്റെ ബന്ധുക്കൾക്കും നൽകിയിരുന്നു. തന്റെ വിഹിതമായി വരാത്തത് ഒരിക്കലും വിതരണം ചെയ്തിരുന്നില്ല, തന്റെ ബന്ധുമിത്രാദികൾക്കും നൽകിയിരുന്നില്ല. ബൈത്തുൽ മാൽ അഥവാ പൊതുമുതൽ ഇങ്ങനെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും ഭൗതിക രാജാവിന്റെ മാതൃക കാണിക്കാൻ കഴിയുമോ? ഇനി മാതൃക കാണാൻ കഴിയുന്നുവെങ്കിൽ അത് ഈ പരിശുദ്ധ മഹാത്മാവിന്റെ സേവകരിൽ മാത്രം കാണാവുന്നതാണ്. മറ്റു മതക്കാർക്ക് അതിന് മാതൃക കാണിക്കാൻ കഴിയുകയില്ല. ഹദരത്ത് അലി ബിൻ അബു താലിബ് പറയുന്നു, ഒരു രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകൾ ഫാത്തിമയുടെ വീട്ടിലെത്തി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നമസ്കരിക്കാറില്ലേ? ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ ജീവൻ അള്ളാഹുവിന്റെ കൈകളിലാകുന്നു. അവൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളെ ഉണർത്തുകയും ഞങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, തിരിച്ചുപോയി. അതായത് തഹജ്ജുദ് നമസ്കരിക്കാറില്ലേ എന്ന് ചോദിച്ചത് തഹജ്ജുദ് നമസ്കാരത്തെ കുറിച്ചായിരുന്നു. തഹജ്ജുദിന്റെ നേരത്ത് ഞങ്ങളുടെ കണ്ണ് തുറയുന്നില്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ ഇഷ്ടം. അള്ളാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങളെ ഉണർത്തുമ്പോൾ ഞങ്ങൾ നമസ്കരിക്കുന്നു.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തർക്കത്തിന് നിന്നില്ല, തിരിച്ചുപോയി. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകുമ്പോൾ തന്റെ തുടയിൽ കൈയടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു: വക്കാനൽ ഇൻസാനു അക്സര ഷൈൻ ജദല, അതായത് മനുഷ്യൻ ഏറ്റവും അധികം തർക്കിക്കുന്നവനാകുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നു: ഒരിക്കൽ രാത്രിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജാമാതാവ് അലിയുടെയും മകൾ ഫാത്തിമയുടെയും വീട്ടിൽ പോയി ചോദിച്ചു, നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കാറുണ്ടോ? അതായത് അർദ്ധരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് അനുഷ്ഠിക്കുന്ന നമസ്കാരം. ഹസ്രത്ത് അലി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നമസ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവീകത പ്രകാരം ഞങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ തഹജ്ജുദ് ബാക്കിയാകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ എഴുന്നേറ്റ് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ വഴിയിൽ വെച്ച് വക്കാനൽ ഇൻസാനു അക്സര ഷൈൻ ജദല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താകുന്നു. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: മനുഷ്യൻ എപ്പോഴും തന്റെ കുറ്റം സമ്മതിക്കാൻ പരിഭ്രമിക്കുന്നു, പലതരം തെളിവുകളും നിരത്തി തന്റെ ന്യൂനത മറയ്ക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്തെന്നാൽ, ഹസ്രത്ത് അലിക്കും ഫാത്തിമയ്ക്കും ചിലപ്പോഴൊക്കെ വീഴ്ച സംഭവിക്കാറുണ്ടെന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന് താല്പര്യമാണ് ഞങ്ങൾ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തങ്ങളുടെ വീഴ്ച എന്തിനാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത്? ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഈ സംഭവത്തെ കുറെ കൂടി വിശദമാക്കിക്കൊണ്ട് ഹസ്രത്ത് അലി തന്റെ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഹസ്രത്ത് അലി ഒരു സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മറുപടി നൽകിയതിൽ വാഗ്വാദത്തിന്റെയും എതിരിടുന്നതിന്റെയും ശൈലി പ്രകടമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെടുകയോ നിരാശ പ്രകടിപ്പിക്കുകയോ ചെയ്യാതെ വളരെ മനോഹരമായ നീക്കമാണ് നടത്തിയത്. അതിൽ നിന്ന് ഹസ്രത്ത് അലി തന്റെ ജീവിതാന്ത്യം വരെ അതിന്റെ മാധുര്യം നുകർന്നിട്ടുണ്ടാകും. അദ്ദേഹം അനുഭവിച്ച ആനന്ദം അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. ഇപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ അനിഷ്ട പ്രകടനം മനസ്സിലാക്കുമ്പോൾ ഓരോ സൂക്ഷ്മതർക്കും അത്ഭുതപ്പെട്ടു പോകുന്നു. ഹസ്രത്ത് അലി കറമല്ലാഹു വജ്ഹുഹു പറയുന്നു, ബുഖാരിയിലുള്ള നിവേദനമാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി എന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്രി ഫാത്തിമത്തു സുഹറയുടെയും അടുക്കൽ വന്നു പറഞ്ഞു, നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കാറില്ലേ? ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ജീവൻ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാകുന്നു. അവൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളെ ഉണർത്തുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ തിരിച്ചുപോയി എന്നോട് ഒന്നും പറഞ്ഞില്ല. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറംതിരിഞ്ഞ് നിന്ന് തന്റെ തുടയിൽ കൈകൊണ്ട് അടിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യൻ അതേ കാര്യങ്ങളിലും തർക്കിക്കുന്നവനാണ്. അല്ലാഹ് ഈ മനോഹരമായ രീതിയിലൂടെ ഇങ്ങനെ മറുപടി പറയരുതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അലിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ എൻ്റെ വിലയും നിലയും നോക്കുക, നിങ്ങൾ ഇങ്ങനെ മറുപടി പറയുന്നത് ശരിയാണോ, ഇങ്ങനെ ഞാൻ പറയുന്നത് തിരസ്കരിക്കുകയാണോ എന്നെല്ലാം തർക്കിക്കുമായിരുന്നു. അതല്ലെങ്കിൽ മനുഷ്യൻ നിർബന്ധിതനാണെന്ന് പറയുന്ന നിങ്ങളുടെ വാദം തെറ്റാണ്, അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണുള്ളത്, അവർ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുമായിരുന്നു, നമസ്കരിക്കാൻ തൗഫീക്ക് നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യുന്നു, നിർബന്ധിക്കുക എന്നത് വിശുദ്ധ ഖുർആന്റെ പാഠങ്ങൾക്ക് വിരുദ്ധമാണ് എന്നൊക്കെ തർക്കിക്കാമായിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മാർഗങ്ങളും സ്വീകരിച്ചില്ല. അദ്ദേഹത്തോട് അനിഷ്ടം കാണിക്കുകയോ തർക്കിച്ചുകൊണ്ട് ഹദരത്ത് അലിയുടെ വാക്കുകളിലെ പിഴവ് ബോധ്യപ്പെടുത്തുകയോ ചെയ്തില്ല. മറിച്ച് ഒരു ഭാഗത്തേക്ക് മാറി അദ്ദേഹത്തിന്റെ മറുപടിയിൽ അത്ഭുതം പ്രകടിപ്പിക്കാനുണ്ടായത്. അതായത് മനുഷ്യന്റെ നിലപാട് എത്രമാത്രം വിചിത്രമാണ്. ഓരോ കാര്യത്തിലും എന്തെങ്കിലും കാര്യം തനിക്ക് അനുകൂലമായി കണ്ടെത്തുകയും തർക്കിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം പറഞ്ഞതുകൊണ്ടുള്ള പ്രയോജനത്തിന്റെ 100% പോലും നൂറുകണക്കിന് തർക്കം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല. ഈ ഹദീസിൽ നിന്ന് നമുക്ക് നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവത്തിന്റെ വിവിധ വശങ്ങളിൽ അത് വെളിച്ചം വീശുന്നുണ്ട്. ഇവിടെ അതേക്കുറിച്ച് പരാമർശിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് കരുതുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒന്ന്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്രമാത്രം ധാർമ്മിക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നു. രാത്രി ചുറ്റി സഞ്ചരിച്ച് തന്റെ അടുത്തുള്ള ബന്ധുക്കളെ ശ്രദ്ധിക്കുന്നു.
നിരവധി ആളുകൾ സ്വയം നല്ലവരായിട്ടുണ്ട്, ജനങ്ങൾക്ക് നന്മയെപ്പറ്റി ഉപദേശിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരുടെ വീടിന്റെ അവസ്ഥ പരിതാപകരമായിരിക്കും. തന്റെ വീട്ടുകാരെ സമുദ്ധരിക്കാനുള്ള ത്രാണി അവർക്കുണ്ടായിരിക്കില്ല. ഇതേക്കുറിച്ചാണ് ദീപത്തിന് കീഴിൽ ഇരുട്ട് എന്ന് ചൊല്ലുള്ളത്. അതായത് ദീപം ചുറ്റുപാടും വെളിച്ചം നൽകുന്നുവെങ്കിലും അതിന് കീഴിൽ ഇരുട്ടായിരിക്കും. അതുപോലെ മറ്റുള്ളവർക്ക് ഉപദേശം നൽകുകയും തങ്ങളുടെ ഭവനത്തെപ്പറ്റി തങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് സ്വന്തം വീട്ടുകാർ എത്രമാത്രം പ്രയോജനമെടുക്കുന്നു എന്ന കാര്യത്തിൽ ആശങ്ക ഇല്ലാത്തവരുമുണ്ട്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് താൻ ലോകത്തിന് നൽകാൻ ആഗ്രഹിക്കുന്ന വെളിച്ചത്തിൽ നിന്ന് തന്റെ ബന്ധുമിത്രാദികൾ പ്രകാശപൂരിതമാകണമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദ്ധശ്രദ്ധനായിരുന്നു. ഇക്കാര്യത്തിൽ അവരെ പരീക്ഷിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബന്ധുജന ശിക്ഷണം ഒരു ഉന്നതമായ നൈപുണ്യമാകുന്നു. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഇല്ലായിരുന്നുവെങ്കിൽ അക്കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉന്നത സ്വഭാവത്തിൽ വളരെ വിലയേറിയ ഒരു കാര്യത്തിന്റെ അഭാവമായി തീരുമായിരുന്നു. 2, താൻ ലോകത്തിനു മുന്നിൽ സമർപ്പിച്ച സന്ദേശത്തെ സംബന്ധിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഒരു നിമിഷ നേരത്തേക്ക് പോലും അതിൽ സംശയമുണ്ടായിരുന്നില്ല. നൗസുബില്ലാ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ വിഡ്ഢികളാക്കാനും തന്റെ അധികാരം സ്ഥാപിക്കാനുമാണ് ഈ എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചതെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ദിവ്യ വെളിപാടുകളൊന്നും ഇല്ലായിരുന്നുവെന്നും ആക്ഷേപിക്കുന്നവരുണ്ട്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്റെ ദൈവനിയോഗിതവാദത്തിൽ ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അതിന് സമാനമായത് ലോകത്ത് കണ്ടെത്താൻ സാധ്യമല്ല. കാരണം ഒരുപക്ഷെ ജനങ്ങൾ സ്വയം നാട്യങ്ങളുമായി തങ്ങളുടെ സത്യസാക്ഷ്യം തെളിയിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം. എന്നാൽ രാത്രി സമയത്ത് ഒരാൾ തന്റെ മകളുടെയും ജാമാതാവിന്റെയും അടുത്തുപോയി നിർബന്ധിതമല്ലാത്ത മറിച്ച് വിശ്വാസികൾ അർദ്ധരാത്രിയിൽ തങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസൃതമായി അനുഷ്ഠിക്കാൻ പറഞ്ഞ ആരാധന നടത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക എന്നത് കരുതാൻ നിവൃത്തിയില്ല. ആ സമയത്ത് തന്റെ മകളെയും ജാമാതാവിനെയും തഹജ്ജുദ് നമസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ജനങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന തന്റെ അധ്യാപനത്തെ സംബന്ധിച്ച് പൂർണ്ണ ബോധ്യമുള്ളതിന് തെളിവാകുന്നു. കാരണം കറ്റുകെട്ടി പറയുന്ന ഒരാൾ അതിലൂടെ അധ്യാപനങ്ങൾ അനുഷ്ഠിക്കുന്നതും ഒഴിവാക്കുന്നതും ഒരുപോലെയാണെന്ന് ബോധ്യമുണ്ടായിരിക്കെ അയാൾ തന്റെ മകൾക്ക് ആരോരുമില്ലാത്ത സമയത്ത് അതേക്കുറിച്ച് അധ്യാപനം നൽകാൻ തരമില്ല. ഈ അധ്യാപനമനുസരിച്ച് നടക്കാതെ സമ്പൂർണതകൾ കൈവരിക്കാൻ സാധ്യമല്ലെന്ന് സ്വയം ബോധ്യമാകാത്തിടത്തോളം അതേക്കുറിച്ച് പറയാൻ കഴിയില്ല. അതായത് അധ്യാപനമനുസരിച്ച് നടക്കുന്നതും നടക്കാതിരിക്കുന്നതും ഒരുപോലെയാണെങ്കിൽ രാത്രിയുടെ ആരോരുമില്ലാത്ത നേരത്ത് ഉപദേശിക്കണമെങ്കിൽ ഈ അധ്യാപനം പ്രാവർത്തികമാക്കാത്ത ഒരാൾക്ക് മതത്തിന്റെ ഉന്നതിയിലേക്ക് എത്താൻ കഴിയില്ലെന്നും അതിന്റെ പാഠങ്ങൾ നേടാൻ കഴിയില്ലെന്നും പരിപൂർണ ബോധ്യം വേണ്ടതാണ്. 3, അത് പറയാനാണ് ഞാൻ ഈ സംഭവം തിരഞ്ഞെടുത്തത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യവും മനസ്സിലാക്കി കൊടുക്കുന്നതിൽ സഹിഷ്ണുത കാണിച്ചിരുന്നു. വഴക്കുകൂടാതെ സ്നേഹവാത്സല്യത്തോടെ ആർക്കും അയാളുടെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു. ഈ സന്ദർഭത്തിൽ ഹദ്റത്ത് അലി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യത്തിന് ഉറങ്ങുമ്പോൾ ഉണരുമെന്ന കാര്യത്തിൽ തങ്ങൾക്ക് എന്ത് നിയന്ത്രണമാണെന്ന നിലയ്ക്കാണ് മറുപടി നൽകുന്നത്. കാരണം ഉറങ്ങുമ്പോൾ മനുഷ്യന് തന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണവുമില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന സമയമായെന്നും ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്നും അയാൾക്ക് എന്ത് ബോധമുണ്ടാകാനാണ്? അള്ളാഹു കണ്ണു തുറന്നു തന്നാൽ നമസ്കരിക്കും, അല്ലാത്ത പക്ഷം നിർബന്ധാവസ്ഥയിലാകുന്നു. കാരണം അക്കാലത്ത് അലാറം ക്ലോക്കുകളില്ലായിരുന്നല്ലോ. ഇത് കേട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്ചര്യപ്പെടുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലെ ഈമാൻ കാരണം തഹജ്ജുദ് സമയം കഴിഞ്ഞു പോകുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതിരിക്കുകയും ചെയ്ത സന്ദർഭം ഉണ്ടായിട്ടേയില്ല. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുഭാഗത്തേക്ക് മുഖം തിരിച്ചുകൊണ്ട് ഇത്രമാത്രം പറഞ്ഞു: മനുഷ്യൻ കാര്യം അംഗീകരിക്കുകയല്ല, തർക്കിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ മേൽ ശ്രമിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ മാറ്റിപ്പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് തന്നെ ഹദ്റത്ത് അലി കറമല്ലാഹു വജ്ഹു പറയുന്നു, ഞാൻ പിന്നീട് ഒരിക്കലും തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല. ഈ അനുസ്മരണം തുടരുന്നതാണ്, ഇൻഷാ അല്ലാഹ് തുടർന്നും ഉണ്ടായിരിക്കും. ഇപ്പോൾ പാകിസ്ഥാനിലെ അവസ്ഥ കൂടുതൽ കഠിനതരമായിക്കൊണ്ടിരിക്കുന്നു. ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മൗലവിമാരുടെ പിന്നിൽ നടന്ന് അവരുമായി യോജിച്ച് തങ്ങളിലാവും വിധം നമുക്ക് നഷ്ടമുണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പാകിസ്ഥാനിലുള്ള അഹമ്മദികളും
മറ്റ് സ്ഥലങ്ങളിലുള്ള അഹമ്മദികളും പ്രത്യേകം ദുആ ചെയ്യുക. അള്ളാഹു അവരെ സംരക്ഷിക്കുമാറാകട്ടെ, ഇവരുടെ ശർറിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ, ഇവരുണ്ടാക്കുന്ന ഭീകരവും അപകടകരവുമായ പദ്ധതികളിൽ നിന്ന് സുരക്ഷിതമാക്കുമാറാകട്ടെ, ഇവരെ പിടികൂടാൻ എത്രയും വേഗം സംവിധാനം ഉണ്ടാക്കുമാറാകട്ടെ. ഇനി ഞാൻ ജുമാക്ക് ശേഷം ചില ജനാസ ഗായിബ് നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നതാണ്. ഇനി അവരെ ചുരുങ്ങിയ നിലയിൽ അനുസ്മരിക്കാം. ആദ്യം ജനാബ് കമാൻഡർ ചൗധരി മുഹമ്മദ് അസ്ലം സാഹിബ് കാനഡയുടെ അനുസ്മരണമാണ്. 2020 നവംബർ 20 വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കമാൻഡർ സാഹിബ് 1929 ഗുജറൻവാലിയിൽ ജനിച്ചു. ഗുജറൻവാലിയിൽ നിന്ന് തന്നെ മെട്രിക് പാസ്സായി 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. തുടർന്ന് താലീമുൽ ഇസ്ലാം കോളേജിലും ഗവൺമെന്റ് FC കോളേജിലും FSc ചെയ്തു. ലാഹോർ ഗവൺമെന്റ് കോളേജിൽ നിന്ന് BSc എടുത്തു. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ അബ്ദുസലാമിന് കീഴിൽ ഫിസിക്സിൽ MSc ചെയ്യുവാൻ തൗഫീക്ക് ലഭിച്ചിരുന്നു. 1948 ഫുർഖാൻ ഫോഴ്സിൽ ചേർന്ന് കശ്മീരിൽ നിയമിതനായി. അവിടെ അദ്ദേഹത്തിന് കശ്മീർ യോദ്ധാവ് എന്ന സർട്ടിഫിക്കറ്റും കശ്മീർ പതക്കവും നൽകിയിരുന്നു. 1955 മർഹൂം പാകിസ്ഥാൻ നാവിക സേനയിൽ ചേർന്നു. പാകിസ്ഥാൻ നേവൽ അക്കാഡമിയിൽ ഡയറക്ടർ, സ്റ്റഡീസ് കോഹാട്ടിൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫ് ഇന്റർ സർവീസസ് സെലക്ഷൻ ബോർഡ്, ഇസ്ലാമാബാദിലെ നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡെപ്യൂട്ടി ഡയറക്ടർ നേവൽ എഡ്യൂക്കേഷൻ സർവീസ് തുടങ്ങിയ താക്കോൽ സ്ഥാനങ്ങളിൽ സേവനം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. മർഹൂമിന് എഡ്യൂക്കേഷണൽ സെക്ടറിൽ നേവിയുടെ പുതിയ സ്കൂളും കോളേജും തുറക്കാനുള്ള ആസൂത്രണത്തിലും കൂടാതെ നേവൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിനും അടിസ്ഥാനപരമായ സേവനത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. പാകിസ്ഥാൻ നേവിയിൽ നിന്ന് റിട്ടയർഡായ ശേഷം കാനഡയിലേക്ക് പോയി 1 വർഷം ടൊറാൻഡോ മിഷൻ ഹൗസിൽ വഖഫ് അർജി ചെയ്തു. അതിനുശേഷം 1993 റിട്ടയർമെന്റിന് ശേഷമുള്ള വഖഫിന് അപേക്ഷിച്ചു. ആയത് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി അംഗീകരിച്ചു. ഇദ്ദേഹത്തിന്റെ സേവനം 28 വർഷം വ്യാപിച്ചു കിടക്കുന്നു. ജമാഅത്തി സേവനം. ഇതിനിടയിൽ മർഹൂമിന് ജാഹിദ സെക്രട്ടറി, റിഷ്താനാത്ത് സെക്രട്ടറി, മിഷൻ ഹൗസ് അഡീഷണൽ സെക്രട്ടറി, ഹോമിയോ ക്ലിനിക് സഹായി എന്ന നിലകളിലും സേവനത്തിന് തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. മർഹൂം സൗഹൃദപ്രിയനും സൗമ്യഭാഷിയുമായിരുന്നു. എല്ലാവരോടും വാത്സല്യത്തോടെ പെരുമാറിയിരുന്നു. നമസ്കാരത്തിൽ ശുഷ്കാന്തിയും ഖിലാഫത്തിനോട് അളവറ്റ കൂറും സ്നേഹവും ഉണ്ടായിരുന്നു. ജീവിതം വഖഫ് ചെയ്ത ശേഷം തന്റെ എല്ലാ നിമിഷവും ജമാഅത്തി സേവനത്തിൽ കഴിച്ചുകൂട്ടാൻ പരിശ്രമിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി നല്ല സുഖമില്ലായിരുന്നു. സൗഖ്യമാകുമ്പോഴെല്ലാം മിഷൻ ഹൗസിൽ വന്നിരുന്നു. അവസാന ശ്വാസം വരെയും ദീനീ സേവനത്തിൽ വ്യാപൃതനായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയും 3 ആൺമക്കളുമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കളിലും അദ്ദേഹത്തിന്റെ നന്മകൾ തുടരുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മരുമകൾ പറയുന്നു, വളരെ വാത്സല്യവും കരുണയുമുള്ള ആളും സുഹൃതവാനുമായിരുന്നു. വളരെ വിശ്വസ്തയോടെ തന്റെ വഖഫ് പൂർത്തിയാക്കി. മാതൃകായോഗ്യനായ പിതാവും ഭർത്താവുമായിരുന്നു. മരണത്തിനു മുമ്പ് വരെയും തന്റെ മക്കളെ ജമാഅത്തിനോടും അള്ളാഹുവിനോടുമുള്ള ബന്ധത്തെയും നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ കാണിക്കേണ്ട ആവശ്യകതയെയും പറ്റി ഉപദേശിച്ചിരുന്നു. ജീവിതം മുഴുവനും തഹജ്ജുദിലും മറ്റു നമസ്കാരങ്ങളിലും കൃത്യനിഷ്ഠ പുലർത്തിയിരുന്നു. രണ്ടാമത്തെ ജനാസ ഷാഹീന ഖമർ സാഹിബയുടേതാണ്. ഇവർ നസാറത്തുലിയ റബുവ ഡ്രൈവർ ഖമർ അഹമ്മദ് ഷഫീഖ് സാഹിബിന്റെ ഭാര്യയാകുന്നു. ഷാഹീന ഖമർ സാഹിബയും മകൻ സമർ അഹമ്മദ് ഖമറും 2020 നവംബർ 12 ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു റോഡ് അപകടത്തിലാണ് മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണസമയത്ത് മർഹൂമയ്ക്ക് 38 വയസ്സും സമർ അഹമ്മദ് ഖമറിന് 17 വയസ്സുമായിരുന്നു പ്രായം. ഷാഹീന ഖമർ സാഹിബയുടെ സംതൃപ്ത കുടുംബത്തിൽ ഭർത്താവും 2 ആൺമക്കളും 1 മകളും കൂടാതെ 3 സഹോദരന്മാരുമുണ്ട്. അവരുടെ മകൾ എഴുതുന്നു, എൻ്റെ ഉമ്മ വളരെ നല്ല സ്ത്രീ ആയിരുന്നു. എന്നോട് എപ്പോഴും നന്മ ഉപദേശിച്ചിരുന്നു. നന്മയിൽ എപ്പോഴും വളരെ പ്രഥമ സ്ഥാനത്തായിരുന്നു. എല്ലാ കാര്യവും ഞാനുമായി പങ്കുവച്ചിരുന്നു. എൻ്റെ നല്ല സുഹൃത്തുമായിരുന്നു. പറയുന്നു, മാഷാ അല്ലാ, അവർക്ക് ജമാഅത്തി സേവനങ്ങളോട് നല്ല പ്രതിപത്തിയായിരുന്നു. തന്റെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, അവർക്ക് ജമാഅത്തി സേവനത്തിൽ പ്രത്യേകം താല്പര്യമുണ്ടായിരുന്നു. സേവനത്തിന് എപ്പോഴും തയ്യാറായിരുന്നു. അവരുടെ ഭർത്താവ് എഴുതുന്നു, വിദ്യാഭ്യാസം കുറവായിരുന്നുവെങ്കിലും വീട് നല്ലപോലെ ശ്രദ്ധിക്കുകയും കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുകയും ചെയ്തു.
ഇനി അവരുടെ മകൻ അതായത് കമർ അഹമ്മദ് ഷഫീഖ് സാഹിബിന്റെ മകൻ സമർ അഹമ്മദിൻ കമറിനെ പറ്റിയുള്ള അനുസ്മരണമാണ്. മാതാവിനോടൊപ്പം അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. തലീമുൽ ഇസ്ലാം കോളേജിൽ 1-ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിദ്യാഭ്യാസത്തിൽ നല്ല നിലവാരം ഉണ്ടായിരുന്നു. ഖുദാമിനോടൊപ്പം വളരെ സന്തോഷപൂർവ്വം ആവേശത്തോടെ ഡ്യൂട്ടികൾ ചെയ്തിരുന്നു. ജമാഅത്തി സേവനത്തിൽ കർമ്മനിരതനായിരുന്നു. സയീം എപ്പോൾ വിളിച്ചാലും എല്ലാ ജോലിയും ഉപേക്ഷിച്ച് ഉടനെ തന്നെ എത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് എഴുതുന്നു, ചിലപ്പോൾ ഞാൻ 3-4 ദിവസം തുടർച്ചയായി യാത്രയിലായിരിക്കും. അപ്പോൾ എന്നോട് പറയും, ഉപ്പ, താങ്കൾ വീടിനെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നടത്താം, താങ്കൾ സമാധാനത്തോടെ ഡ്യൂട്ടി നിർവഹിച്ചു കൊള്ളുക. വാസ്തവത്തിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതും. വളരെ ഉത്തരവാദിത്വ ബോധമുള്ള കുട്ടിയായിരുന്നു. സമർ അഹമ്മദ് കമറിന്റെ മൂത്ത സഹോദരി സമറീൻ പറയുന്നു, എൻ്റെ സഹോദരൻ വളരെ നല്ലവനായിരുന്നു. ദേഷ്യം വരികയോ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴെങ്കിലും ശകാരിച്ചാൽ പോലും ദേഷ്യപ്പെട്ടിരുന്നില്ല, കോപിച്ചിരുന്നില്ല. കുട്ടികളോടും സഹോദരന്മാരോടും നല്ല സ്നേഹബന്ധമായിരുന്നു. മറ്റ് ചെറിയ സഹോദരന്മാരും ഇത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. മർഹൂമിന് അള്ളാഹു റഹ്മത്തും മഗ്ഫിറത്തും നൽകുമാറാകട്ടെ. കുടുംബത്തിന് മുഴുവനും ചെറിയ മക്കൾക്കും പിതാവിനും സബറും മനക്കരുത്തും നൽകട്ടെ. അദ്ദേഹത്തിന്റെ മകനും ഭാര്യയും മരണപ്പെട്ടിരിക്കുന്നു. അടുത്ത ജനാസ സയ്യിദ അഫ്സൽ ഖോക്കർ സാഹിബയുടേതാണ്. ഇവർ മുഹമ്മദ് അഫ്സൽ ഖോക്കർ ഷഹീദ് സാഹിബിന്റെ ഭാര്യയും അഷ്റഫ് മഹമ്മൂദ് ഖോക്കർ ഷഹീദ് സാഹിബിന്റെ മാതാവുമാകുന്നു. അവരുടെ ഭർത്താവും മകനും ഷഹീദുമാരായിരുന്നു. ഇവർ 2020 സെപ്റ്റംബർ 12 കരണ്ടിയിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭർത്താവിൻ്റെയും മകൻ്റെയും ഷഹാദത്തിന് ശേഷം അവർക്ക് വളരെ പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവർ എല്ലാ പ്രയാസങ്ങളും വളരെ ക്ഷമയോടും മനക്കരുത്തോടും കൂടി നേരിട്ടു. വളരെ അന്തസ്സോടെ ജീവിച്ചു. ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല. 3 പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചു. കഴിഞ്ഞ വർഷം അവർക്ക് മറ്റൊരു യുവാവായ മകൻ ആസിഫ് മഹമ്മൂദ് ഖോക്കറിന്റെ ആകസ്മിക മരണത്തിന്റെ വേദനയും സഹിക്കേണ്ടി വന്നു. അപ്പോഴും നല്ല ക്ഷമ കാണിച്ചു. വളരെ നല്ല ക്ഷമയുടെ മാതൃകയാണ് കാണിച്ചത്. തന്റെ എല്ലാ ബന്ധുമിത്രാദികളോടും സ്നേഹപൂർവ്വം പെരുമാറിയിരുന്നു. അതിൽ സൽക്കാരപ്രിയനും സാധു സംരക്ഷകനുമായിരുന്നു. ഖിലാഫത്തിനോട് വിശ്വാസവും ആദരവും സ്നേഹവും ഉണ്ടായിരുന്നു. ജമാഅത്തി സാമ്പത്തിക ആഹ്വാനങ്ങളിൽ ആവേശത്തോടെ ഭാഗവാക്കാകുമായിരുന്നു. ജീവിതത്തിൽ മുഴുവനും തന്റെ മാതാപിതാക്കൾക്കും ഷഹീദായ ഭർത്താവിനും മക്കൾക്കും കുടുംബത്തിലെ മറ്റ് മഹത്തുക്കളുടെയും പേരിൽ സദക്ക നൽകിയിരുന്നു. അവരുടെ മാതാപിതാക്കളായ മിർസ ഫസൽ കരീം സാഹിബും സുഹറ ബേഗം സാഹിബയും ഇസ്ലാം അഹമ്മദിയത്തിന്റെ പ്രേമികളിൽപ്പെട്ടവരായിരുന്നു. ഇവർ മിർസ മുജീബ് അഹമ്മദ് സാഹിബ്, മിർസ അഫ്സൽ റഹ്മാൻ സാഹിബ് ഈസ്റ്റ് ലണ്ടൻ എന്നിവരുടെ മൂത്ത സഹോദരിയാകുന്നു. മുബാറക് ഖോക്കർ സാഹിബ് ഓഫ് ലാഹോറിന്റെ മൂത്ത സഹോദരന്റെ ഭാര്യയും മുബാറക് സിദ്ദീഖ് സാഹിബിന്റെ മാതൃ സഹോദരിയുമായിരുന്നു. മർഹൂമ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. സംതൃപ്ത കുടുംബത്തിൽ മകൻ ബിലാൽ അഹമ്മദ് ഖോക്കർ സാഹിബ്, പെൺമക്കൾ തയ്യബ ഖുറേഷി, താഹിറ മാജിദ്, സമീന ഖോക്കർ എന്നിവർ ഉൾപ്പെടുന്നു. അള്ളാഹു മർഹൂമയുടെ പദവികൾ ഉയർത്തുകയും മഗ്ഫിറത്തും റഹ്മത്തും നൽകുകയും ചെയ്യട്ടെ. മക്കൾക്കും മാതാവിന്റെ നന്മകൾ തുടർന്നു കൊണ്ടുപോകാൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى
وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.